ഹലോ ഓൾ. ഇന്ന് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെ നമുക്ക് കാർഡ് രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഈ കാണുന്ന രൂപത്തിലേക്ക് നമ്മുടെ ആധാർ കാർഡ് ചേഞ്ച് ചെയ്യാമെന്നുള്ളൊരു സിമ്പിൾ വീഡിയോ ആണ്. ഒട്ടും താമസിയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് ആധാറിൻ്റെ സൈറ്റിലേക്കാണ് പോകേണ്ടത്. യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ സൈറ്റ് പേജിലേക്ക് പോകാം. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുറേയധികം സേവനങ്ങൾ നമുക്ക് ലഭ്യമായിട്ട് കാണുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് മലയാളം വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം. ഏത് ലാംഗ്വേജ് വേണോ ആ ലാംഗ്വേജ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മലയാളം ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പേജ് ഫുള്ള് മലയാളത്തിലാവും. മലയാളം ആണ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് ഞാൻ തിരിച്ച് പേജ് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഗിൻ കിടക്കുന്നുണ്ട്. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആധാർ കാർഡ് എൻ്റർ ചെയ്യാനുള്ളൊരു കോളം വരും. നമ്മളതിൽ നമ്മുടെ ആധാർ കാർഡ് എൻ്റർ ചെയ്യണം. ആധാർ കാർഡ് ഫുള്ളായിട്ട് എൻ്റർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ക്യാപ്ഷൻ ഉണ്ടാവും. ക്യാപ്ഷൻ നമ്മൾ ആ കാണുന്ന സെയിം ക്യാപ്ഷൻ തന്നെ അടിച്ചു കൊടുക്കാൻ നോക്കുക. ലോഗിൻ വിത്ത് OTP കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ അറ്റാച്ച്ഡ് ഫോൺ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി എന്തായാലും ആധാർ കാർഡുമായിട്ട് ഫോൺ നമ്പറൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ OTP ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ആധാർ കാർഡിൻ്റെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അതായത് നമ്മുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കുറേ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ കുറേ സർവീസസ് ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അത് ചെക്ക് ചെയ്യാം. അഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ, ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഓർഡർ ആധാർ PVC കാർഡ്, ഈ ഓപ്ഷനാണ് നമുക്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് എൻ്റെ അക്കൗണ്ടായിട്ട് കാണുന്നത്. നമ്മുടെ അക്കൗണ്ട് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ഐക്കണിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓർഡർ ആധാർ PVC കാർഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമുക്ക് പോകുന്നത് ഈ ഒരു പേജിലേക്കായിരിക്കും. റീഡയറക്റ്റ് ചെയ്യുന്ന ഈ പേജിലേക്കായിരിക്കും. ഈ കാണുന്ന പോലെ ആയിരിക്കും നമ്മുടെ ആധാർ കാർഡ് നമ്മൾ ഡൗൺലോഡ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുമ്പോൾ വരാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ള ആധാർ കാർഡിനേക്കാളും നല്ല കാർഡ് രൂപത്തിലായിരിക്കും ആധാർ കാർഡ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ആ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി അതിൻ്റെ പ്രൈസും അവിടെ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫർദർ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അവിടെ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ടാവും. ഇത് കറക്റ്റ് ആണോ എന്ന് വാലിഡേറ്റ് ചെയ്യുക. വാലിഡേറ്റ് ചെയ്തിട്ട് മാത്രം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് പോവുക. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റിൻ്റെ പേജിലേക്കായിരിക്കും പോകുന്നത്. ആ പേജിൽ ഓൾറെഡി എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ക്യാൻസലേഷൻ എൻക്വയറിയും വേണമെങ്കിൽ അവിടെ വേറൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ അക്നോളജ്മെൻറ്റും അല്ലെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസും അവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് ചെക്ക് ചെയ്യാം. എമൗണ്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ അക്നോളജ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. മേക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ നേരെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് പേയ്മെൻറ്റ് പേജിലേക്കായിരിക്കും. പേയ്മെൻറ്റ് പേജിൽ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് UPI വേണമെങ്കിൽ UPI കൊടുക്കാം, കാർഡ് വേണമെങ്കിൽ കാർഡ് കൊടുക്കാം. ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്കാൻ ആൻഡ് പേ ആണ്. നമുക്ക് വെറുതെ QR കോഡ് പ്രൊവൈഡ് ചെയ്യും. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് സക്സസ് ആവും. അപ്പോൾ ഞാനതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ജനറേറ്റ് QR കൊടുക്കുക. QR കൊടുക്കുമ്പോൾ QR ഇവിടെ അവൈലബിൾ ആയിട്ട് വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ആപ്പ് വെച്ചിട്ട് ഗൂഗിൾ പേ, ഫോൺ പേ, ഏതെങ്കിലും ഒരു ആപ്പ് വെച്ചിട്ട് ഈ സ്കാൻ ചെയ്യുക. അപ്പോൾ എത്ര എമൗണ്ട് ആണോ കൊടുക്കേണ്ടത് അത് നമ്മുടെ ആപ്പിൽ കാണും. പേ ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആവും. ഓക്കെ, പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും SRN ID കിട്ടിയിട്ടുണ്ട്. പേയ്മെൻറ്റ് പ്രോസസ് ഡേറ്റ് ഉണ്ട്. പിന്നെ എമൗണ്ട് എത്രയാണ് പ്രോസസ്സ് ചെയ്യുക ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൽ ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്നോളജ്മെൻറ്റ് ഡൗൺലോഡായിട്ട് കിട്ടും. അതിനകത്ത് പേയ്മെൻറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, നമുക്ക് ഇനി തിരിച്ച് ഡാഷ്ബോർഡിലേക്ക് പോകാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെയിം വേ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഈ പേജ് കുറച്ച് കഴിയുമ്പോൾ ലോഗൗട്ട് ആവും. കാരണം ടൈമുണ്ട്. ടൈം ഔട്ട് ആകുമ്പോഴത്തേനും ഇത് ഓട്ടോമാറ്റിക്കലി ലോഗൗട്ട് ആയി പോകും. പക്ഷേ നിങ്ങൾക്ക് ഒന്നുകൂടി ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ PVC ആധാർ കാർഡിൻ്റെ എന്താണ് സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ താഴെ നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓർഡർ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. പ്രിൻ്റ് ഇൻ പ്രോസസ്സാണ്.
എന്താണ് സ്റ്റാറ്റസ്, ഷിപ്പായോ അല്ലെങ്കിൽ പ്രിൻറ്റിങ് കഴിഞ്ഞോ എന്നുള്ള എല്ലാ സ്റ്റാറ്റസും ഇവിടെ നമുക്ക് കറൻറ്റ് സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ആവും. അപ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെ പേജിൽ ഇടയ്ക്ക് ലോഗിൻ ചെയ്തിട്ട് ചെക്ക് ചെയ്താൽ മതി, കാണാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് PVC ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് ചേഞ്ച് ചെയ്ത് PVC കാർഡ് ആക്കുക എന്നുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഗൈസ്.